മുത്തഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റമദാൻ ആഗതമായാൽ അവിടുന്ന് പറയും, യഖൂലു ഉമർ ഇബ്നുൽ ഖത്താബ് മർഹബൻ ബിമുതഹ്ഹരിനാ മിനദ് ദുനൂബ്, പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസത്തിൽ സ്വാഗതം. അത്രമാത്രം പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. റമദാൻ വന്നതിന് ശേഷം ഇത്ര ദിവസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ചോദിച്ചു നോക്കുക, എനിക്ക് ഈ 10 ദിവസങ്ങളിൽ നന്നായി മുതലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും നമ്മുടെ ശരീരങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. ഉണ്ട് എന്ന് ആർക്ക് പറയാൻ കഴിയും? ഒരാൾക്കും കഴിയില്ല. അത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ധാരാളം അമലുകളുമായി അവർ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് അവരുടെ അമലുകളും നമ്മുടെ അമലുകളും ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കാരണം അവരൊക്കെ ഓരോ സുന്നത്ത് നിസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ സൂറത്തുൽ ബഖറ, മറ്റൊരു റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ സൂറത്തു ആലി ഇംറാൻ, ഇത് ഓതിയിട്ട് അവർ നിസ്കരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തറാവീഹ് നിസ്കാരം തന്നെ ഒരു ചുരുങ്ങിയ ചെറിയ സൂറത്ത് ഓതുമ്പോഴേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തുടക്കം മുതൽ ഒരു 3-4 ദിവസമുള്ള ആളുകളുണ്ടോ? നമ്മുടെ ഓരോ പള്ളികളും വീക്ഷിച്ചു നോക്കിയാൽ അന്നുണ്ടായിരുന്ന 4-5 സ്വപ്പിൽ നിന്ന് 2 സ്വപ്പ് ഇപ്പോൾ കൊഴിഞ്ഞു പോയി, ഇങ്ങോട്ടും പോയിട്ടില്ല. അവർക്ക് അത്ര മതി എന്നൊരു വിചാരമാണ്. ഈ മുഅ്മിനീങ്ങളൊക്കെ തറാവീഹ് നിസ്കരിച്ച് അവരൊന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഓരോ റോഡ് സൈഡുകളിലും ഉപ്പിലിട്ട നെല്ലിക്കയുടെയും മാങ്ങയുടെയും ഓരങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊന്നും ഇപ്പോഴും ബോധം വന്നിട്ടില്ല എന്ന ഒരു ചിന്തയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിലെ ഓരോ മുസ്ലിമീങ്ങളും എത്ര വിഷമത്തിലാണ് അവർ കഴിയുന്നത്. ഓരോ വീഡിയോസുകൾ കാണുമ്പോൾ നമ്മുടെ നെഞ്ചകം പൊട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, നോമ്പ് തുറക്കുന്ന ഇടയിലേക്കാണ് നോമ്പുകൾ വീഴുന്നത്. എത്രമാത്രം വേദനാജനകമായി ആ മക്കളൊക്കെ നോമ്പനുഷ്ഠിക്കുന്നു. അവിടെയുള്ള മുഅ്മിനീങ്ങളും ഓരോ ഉമ്മമാരും അവർ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈകും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് നമ്മോട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത്, മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയത്. അതിന്റെ അടിത്തറ ലഅല്ലകും തത്തഖൂൻ, നിങ്ങളൊന്ന് തഖ്വ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഭക്തിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ഭക്തിയുള്ളവരാകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഞാനും നിങ്ങളുമല്ലേ? ആ ഭക്തി ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി എത്രമാത്രം പള്ളിയുമായി ബന്ധപ്പെടേണ്ടതുണ്ടോ അത്രമാത്രം പള്ളിയിൽ ഇരുന്നുകൊണ്ട് എത്രമാത്രം എന്റെ ജീവിതത്തിൽ ഭക്തി നേടാൻ പറ്റുമോ അത്രമാത്രം ഭക്തി നേടേണ്ടത് ഞാൻ നിങ്ങളുമല്ലേ? പറ്റുമെങ്കിൽ ഒന്ന് എടുക്കുക, പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുക, പടച്ചറപ്പേ, മുൻഗാമികളെ പോലെയൊന്നും ഞാൻ നിസ്കരിച്ചിട്ടില്ല, മുൻഗാമികളെ പോലെയൊന്നും ഇബാദത്തെടുത്തിട്ടില്ല. ഈ റമദാൻ എന്റെ അവസാനത്തേതാകുമോ എന്ന ചിന്തയോടുകൂടെ റബ്ബേ, എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇനിയും ഇങ്ങനെ ഞാൻ ഈ ഒരു തെറ്റുകുറ്റങ്ങളുമായി മുന്നോട്ട് പോയാൽ ഞാൻ നാളെ ഖബറിലേക്ക് പോകേണ്ടവനാണ്. എനിക്ക് മഹ്ശർ വരാനുണ്ട്. എന്റെ മുമ്പിൽ കോടതിയുണ്ട്. ആ കോടതിയിൽ രക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊക്കെ അവർ റമദാൻ വന്ന